നമ്മൾ ആകെ ഉള്ളൊരു YCS2 ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ. അത് ഈ ഇരിക്കുന്നതാണ് യമഹ 180cc YCS2. നമ്മളന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഈ വണ്ടിയെ തിരിച്ച് പിടിക്കുമെന്ന്. നമ്മളതിൻ്റെ ഫസ്റ്റ് റീസ്റ്റോറേഷൻ നമ്മൾ എഞ്ചിനായിരുന്നു. എഞ്ചിൻ നമ്മളെ കുറേ കുഴപ്പിച്ച്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ വണ്ടി നമ്മൾ റീബിൽഡ് ചെയ്തത്. എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് പ്രോപ്പർ അല്ലായിരുന്നു. നമ്മൾ രണ്ടാമത് വീണ്ടും ഇളക്കി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ഇപ്പോൾ നമ്മളതിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം എക്സോസ്റ്റ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ എക്സോസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ സൗണ്ട് നിങ്ങളെപ്പോലെ എനിക്കും കേൾക്കാൻ ഭയങ്കര ആകാംക്ഷയിരിക്കുകയാണ്. എക്സോസ്റ്റ് വെച്ച് ആ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന സൗണ്ട് എന്താണെന്ന് അറിയണം. ഇന്നേ വരെ ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടില്ല. നിങ്ങളും അതിൻ്റെ ആ സൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. നമുക്ക് ഉടനെ തന്നെ നിങ്ങളെ ആ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. തിമ്മൻ കാരണം ഈ വണ്ടി സ്റ്റാർട്ട് ആകാൻ അങ്ങനെ നമ്മുടെ YCS2ൻ്റെ എഞ്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കുന്നില്ല, കാരണം റീബിൽഡ് ചെയ്തിട്ട് നമ്മൾ ഓടിച്ച് നോക്കുന്നുള്ളൂ. എഞ്ചിൻ പക്കയായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ റീബിൽഡിംഗ് ആണ്. ഈ ഇരിക്കുന്ന സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു സാധനത്തിലാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനെ രക്ഷിച്ചത്. എഞ്ചിനകത്തൊരു ക്രാങ്കിൻ്റെ സെൻറ്ററിൽ ഒരു ഓയിൽ സീലും ഒരു ഓറിങ്ങും വരുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം നമുക്ക് 200 ആയിരുന്നു, ഒക്കത്തില്ലായിരുന്നു. നമ്മൾ ഓറിങ്ങിൻ്റെ ഒക്കെ കട്ട് ചെയ്തായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തത്. പക്ഷെ അത് വണ്ടി സ്റ്റാർട്ടായി, എങ്കിലും ഔട്ടറിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ഓറിങ് ആണ്. ഈ ഓറിങ്ങിനകത്താണ് നമ്മൾ ആ സെൻറ്ററിലത്തെ ഓറിങ് കട്ട് ചെയ്ത് കയറ്റിയിട്ടത്. ഈ ഓറിങ് കയറ്റിയിട്ടാണെങ്കിലാണ് ആ വണ്ടി പ്രോപ്പറായിട്ട് കംപ്രഷൻ കറക്റ്റ് എയർ ലീക്ക് ഇല്ലാതെ നിന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. പ്രഷർ കുക്കറിൻ്റെ ഓറിങ്ങിയുടെ ഐഡിയ പറഞ്ഞാൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഒരു തിമ്മയ്യ ഉണ്ട് കേട്ടോ, പേര് ജിബി എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജപ്പാനിൽ ജനിച്ച വണ്ടി